ഹായ് എല്ലാവർക്കും A to Z പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പൊ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ നല്ല ശമ്പളത്തിൽ സ്ഥിരമായിട്ട് ജോലി ആഗ്രഹിക്കുന്ന യുവതിയുവാക്കൾക്ക് വേണ്ടി പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി DFCCIL ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഏകദേശം 1074ഓളം ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. ഡയറക്റ്റ് നിങ്ങൾക്ക് ഓൺലൈൻ വഴിയാണ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടതെന്നും കൂടി ഓർത്തിരിക്കാം. ഇതിലേക്ക് ഏകദേശം ശമ്പളം സ്റ്റാർട്ടിങ് 30,000 മുതൽ 1,60,000 വരെയാണ് ശമ്പള സ്കെയില്. ഇപ്പൊ നിരവധി ഒഴിവുകളുമായിട്ട് ഏകദേശം 1074ഓളം ഒഴിവുകളിലേക്കാണ് നിങ്ങൾക്ക് ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക. ഇപ്പൊ വിവിധ തസ്തികൾക്ക് വിവിധ ക്വാളിഫിക്കേഷനാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഏതെല്ലാം തസ്തികകളിലേക്ക് ആണ് ഇപ്പോൾ വിജ്ഞാപനം വന്നിരിക്കുന്നത്, എത്ര ഒഴിവുകളുണ്ട്, അതുപോലെ തന്നെ ഏതെല്ലാം ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക, ഏജ് ലിമിറ്റ് എത്രയാണ്, ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടോ എത്രയാണ്, അതുപോലെ തന്നെ ഇതിന്റെ സിലബസും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ഉടനെ ലഭിക്കാൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കോടി എനേബിൾ ചെയ്യുക. നമുക്ക് ഏതായാലും ഈ ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്റർപ്രൈസസ് ആയ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ് വിവിധ ഒഴിവുകളുമായിട്ട് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ. അപ്പൊ ഇതിന്റെ മിനിസ്ട്രി ഓഫ് റെയിൽവേസിന് കീഴിലാണ് ഈ ഒരു സ്ഥാപനം വരുന്നത്. ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് DFCCIL ആണ് ഇതിന്റെ ഷോർട്ട് ഫോം. അപ്പൊ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി നിരവധി സ്ഥലങ്ങളിലേക്ക് വേണ്ടിയിട്ടാണ് ഇത് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. വിവിധ തസ്തികകളിലേക്ക് വേണ്ടിയിട്ട് 24/4/2021 മുതലാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഇതിലേക്ക് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് 23/5/2021 വരെ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാം. ഇതിലേക്ക് ഓൺലൈൻ ആയിട്ടുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ആ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ജൂൺ 2021 ഇതിന്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ ഓരോ പോസ്റ്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വരുന്നത് ജൂനിയർ മാനേജർ സിവിൽ തസ്തികയിലേക്ക് ടോട്ടൽ വേക്കൻസി 31 വേക്കൻസിയാണ് ടോട്ടൽ ഉള്ളത്. ജനറൽ 14, SC 4, ST 2, OBC 8, EWS 3 അങ്ങനെ 31ഓളം വേക്കൻസികളാണ് ഇതിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുകയാണെങ്കിൽ ബാച്ചിലർ ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിത്ത് നോട്ട് ലെസ് ദാൻ 60% മാർക്ക് ഇൻ അഗ്രഗേറ്റ്. ടോട്ടൽ 60% മാർക്ക് കുറയാതെ നിങ്ങൾക്കൊരു സിവിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ കഴിയും. അടുത്ത ജൂനിയർ മാനേജർ ഓപ്പറേഷൻസ് ആൻഡ് BD തസ്തികയിലേക്ക് 77 വേക്കൻസി ഉണ്ട്. അതിലേക്ക് 2 year MBA ഓർ PGDBA ഓർ PGDBM ഓർ PGDM in marketing or business operation or customer relation or finance from a recognized institution with not less than 60% മാർക്ക് ഇൻ അഗ്രഗേറ്റ് ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ജൂനിയർ മാനേജർ മെക്കാനിക്കൽ പറഞ്ഞിരിക്കുന്നത് മൊത്തം 3 വേക്കൻസിയാണ്. അതിലേക്ക് ബാച്ചിലർ ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഓർ മെക്കട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഓർ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് മാനുഫാക്ചറിംഗ് എഞ്ചിനീയറിംഗ് അങ്ങനെ ഏതെങ്കിലും ഇതിൽ പറഞ്ഞിട്ടുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ള ആൾക്കും മിനിമം നോട്ട് ലെസ് ദാൻ 60% മാർക്കിന് അതിലേക്കും പറഞ്ഞിരിക്കുന്നത്. ഇതിലേക്കെല്ലാം ശമ്പളം നമ്മൾ പറഞ്ഞ 50,000 മുതൽ 1,60,000 വരെയാണ് ശമ്പള സ്കെയിൽ. ഇനി അടുത്ത സ്കെയിൽ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ വിഭാഗത്തിലേക്ക് 30,000 മുതൽ 1,20,000 വരെയായിരിക്കും ശമ്പള സ്കെയിൽ. ഇതിന്റെ പോസ്റ്റുകൾ എക്സിക്യൂട്ടീവ് സിവിൽ ആണെങ്കിൽ 73 വേക്കൻസി ഉണ്ട്. ഡിപ്ലോമ ഉണ്ടായിരുന്നാൽ മതി, സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഓർ സിവിൽ എഞ്ചിനീയറിംഗ് ട്രാൻസ്പോർട്ടേഷൻ ഓർ സിവിൽ ഏതെങ്കിലും ഒരു ഡിപ്ലോമ ഉള്ള ആൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. ഈ പറഞ്ഞിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക. ഓരോ ബ്രാഞ്ചിലുള്ള വേക്കൻസികളും മറ്റ് ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിലബസും മറ്റു കാര്യങ്ങളൊക്കെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് എന്ന് കൂടി ഓർത്തിരിക്കാം. പിന്നെ എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ ആണ് 42 വേക്കൻസി ഉണ്ട്. അതിലേക്ക് പറഞ്ഞിരിക്കുന്ന ഡിപ്ലോമ 3 year ഇൻ ഇലക്ട്രിക്കൽ or electronics or power supply or instrumentation and control or industrial electronics or electronics instrumentation applied electronics അങ്ങനെ ഏതെങ്കിലും ബ്രാഞ്ചിലുള്ള ഒരു ഡിപ്ലോമയാണ് 3 വർഷത്തെ. അത് ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാൻ കഴിയും. പിന്നെ എക്സിക്യൂട്ടീവ് സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ 87 വേക്കൻസി ഉണ്ട്. അതിലേക്കും അതുമായി ബന്ധപ്പെട്ട ഡിപ്ലോമയാണ്. ഓരോ ബ്രാഞ്ചിലും നിരവധി അതിലേക്ക് പറഞ്ഞിട്ടുണ്ട്. ഓരോ ബ്രാഞ്ചും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ എക്സിക്യൂട്ടീവ് ഓപ്പറേഷൻസ് ആൻഡ് BD അതിലേക്ക് 237 വേക്കൻസി ഉണ്ട്. ഗ്രാജുവേഷൻ വിത്ത് നോട്ട് ലെസ് ദാൻ 60% മാർക്ക് ഇൻ അഗ്രഗേറ്റ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ.
അപ്പൊ ഏതെങ്കിലും അംഗീകൃത സർവകലാശാല എന്നുള്ള ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. പിന്നെ എക്സിക്യൂട്ടീവ് മെക്കാനിക്കൽ ആണെങ്കിൽ മൊത്തം 3 വേക്കൻസി, ഡിപ്ലോമയാണ് ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ. പിന്നെ ജൂനിയർ എക്സിക്യൂട്ടീവ് എന്ന ഒരു വിഭാഗത്തിലേക്ക് 25,000 മുതൽ 68,000 വരെയായിരിക്കും ശമ്പള സ്കെയിലും. ജൂനിയർ എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ ആണെങ്കിൽ 135 വേക്കൻസി ഉണ്ട്. അതിലേക്ക് 10ാം ക്ലാസ് ഉണ്ടായിരിക്കുക വിത്ത് മിനിമം 60% മാർക്ക് ഇൻ അഗ്രിഗേറ്റ്, പ്ലസ് അതിനോടുകൂടി മിനിമം 2 ഇയർ ഡ്യൂറേഷൻ കോഴ്സ്. അത് ആക്ട് അപ്രന്റീസ് ITI അപ്രൂവ്ഡ് ബൈ SCVT NCVT അംഗീകരിച്ച ഒരു ട്രേഡിലുള്ള ഇലക്ട്രീഷ്യൻ, വയർമാൻ, ഇലക്ട്രോണിക്സ് എന്നീ മേഖലയിലുള്ള ഒരു ITI ഉണ്ട് എന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. അതിലേക്കും പറഞ്ഞിരിക്കുന്നത് മിനിമം 60% മാർക്ക് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറഞ്ഞെങ്കിൽ ജൂനിയർ എക്സിക്യൂട്ടീവ് സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ 147 വേക്കൻസി ഉണ്ട്. അതിലേക്കും മെട്രിക്കുലേഷൻ ഉണ്ടായിരിക്കുക, 10ാം ക്ലാസ് ഉണ്ടായിരിക്കുക. അതുമായി ബന്ധപ്പെട്ട ട്രേഡിലുള്ള 2 വർഷത്തെ ഡ്യൂറേഷൻ കോഴ്സ് ITI ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് പറയാം ഇലക്ട്രോണിക്സ്, കമ്മ്യൂണിക്കേഷൻ, ഇൻഫർമേഷൻ ടെക്നോളജി, TV ആൻഡ് റേഡിയോ, ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റേഷൻ, ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സ്, അപ്ലൈഡ് ഇലക്ട്രോണിക്സ്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, പവർ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ്, ഡാറ്റ നെറ്റ്വർക്ക് ഇൻഫർമേഷൻ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ യൂണിവേഴ്സിറ്റി. അപ്പൊ നമ്മൾ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവും ഇതൊക്കെ പഠിച്ചിട്ട് അവര് അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ ആളുകളൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ ഇത് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. പിന്നെ ജൂനിയർ എക്സിക്യൂട്ടീവ് ഓപ്പറേഷൻസ് ആൻഡ് BD 225 വേക്കൻസി ഉണ്ട്. 10ാം ക്ലാസ് ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ 2 വർഷത്തെ ITI ഉണ്ടായിരിക്കുക. ഏത് ട്രേഡിലാണോ ആ ഒരു പറഞ്ഞിട്ടുള്ള ട്രേഡിലുള്ള ITI ഉണ്ട് തീർച്ചയായും അപ്ലൈ ചെയ്യാൻ കഴിയും. അത് ജൂനിയർ എക്സിക്യൂട്ടീവ് ഓപ്പറേഷൻസ് ആൻഡ് BD എന്ന് പറഞ്ഞ അസുഖയിലേക്ക് 225 വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് ഈ 10ാം ക്ലാസ്സോ ITI ഇല്ലാത്ത ആളുകൾക്ക് ഏതെങ്കിലും അംഗീകൃത സർവകലാശാല ഒരു ഡിഗ്രി ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ അവർക്കും കൂടി അപ്ലൈ ചെയ്യാൻ കഴിയുമെന്നും കൂടി ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ജൂനിയർ എക്സിക്യൂട്ടീവ് മെക്കാനിക്കൽ ആണെങ്കിൽ 14 വേക്കൻസി, മെട്രിക്കുലേഷൻ 10ാം ക്ലാസ് ഉണ്ടായിരിക്കുക, 60% മാർക്ക് ഉണ്ടായിരിക്കും, മിനിമം 2 ഇയർ അതിനോട് കൂടിയുള്ള എക്സ്പീരിയൻസ് 2 ഇയർ കോഴ്സും കൂടിയും പറഞ്ഞിട്ടുണ്ട്. മെക്കാനിക്ക്, ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെന്റേഷൻ, അപ്പോൾ അതിൽ NCVT SCVT അംഗീകരിച്ച ഒരു ITI ഉള്ള ആൾക്ക് തീർച്ചയായും അതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. അപ്പൊ ഇത്രയും പോസ്റ്റുകളാണ്, മൊത്തം 1074ഓളം പോസ്റ്റാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇത് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടത്. താഴെ അപേക്ഷ സമർപ്പിക്കേണ്ട ലിങ്കും കൊടുക്കുന്നുണ്ട്, അതുവഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ ഇതിലേക്ക് ഓരോന്നിനും വളരെ വ്യക്തമായിട്ട് തന്നെ ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് തന്നെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഏജ് ലിമിറ്റിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഏജ് ലിമിറ്റ് ജൂനിയർ മാനേജർ 18-27 വയസ്സ് വരെയും, എക്സിക്യൂട്ടീവ് 18-30 വയസ്സ് വരെയും, ജൂനിയർ എക്സിക്യൂട്ടീവ് 18-30 വയസ്സ് വരെയും അപേക്ഷിക്കാൻ കഴിയും. ഇനി SC ST OBC ആണെങ്കിൽ 5 വർഷത്തെ ഏജ് ഇളവും, OBC NCL ആണെങ്കിൽ 3 വർഷത്തെ ഏജ് ഇളവും, അതുപോലെ തന്നെ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 15 വർഷത്തെ, SC ST 15, OBC 13, PWD ജനറൽ ആണ് ഈ 10 വർഷത്തെ ഏജ് ഇളവും. മറ്റുള്ള പിന്നാക്ക വിഭാഗങ്ങൾ, എക്സ് സർവീസ്മാൻ, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്ക് തീർച്ചയായും അതിന്റേതായ ഏജ് ഇളവുകളും ഇതിന് ലഭിക്കുന്നതാണ് എന്നും കൂടി അവർ ഈ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് പറഞ്ഞ ഒന്നാമത് ആപ്ലിക്കേഷൻ ഫീസ് ആണ്. ആപ്ലിക്കേഷൻ ഫീസ് ജൂനിയർ മാനേജർ ജനറൽ OBC EWS കാൻഡിഡേറ്റ്സിന് 1000 രൂപ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്കാണെങ്കിൽ ജനറൽ OBC NCL അതുപോലെ EWS കാൻഡിഡേറ്റ്സിന് 900 രൂപയും, ജൂനിയർ എക്സിക്യൂട്ടീവ് ആണെങ്കിൽ 700 രൂപയുമാണ് ആപ്ലിക്കേഷൻ ഫീസ്. എന്നാൽ SC ST PWD എക്സ് സർവീസ്മാൻ കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടതില്ല എന്നും കൂടി ഓർത്തിരിക്കാം. അവർക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ മാത്രം മതിയാവും. അപ്പൊ നിങ്ങൾ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഇത്തരത്തിലുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് നിങ്ങളൊന്ന് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇതിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ വളരെ വ്യക്തമായിട്ട് ഓരോ തസ്തികയിലേക്കും വരുന്ന സിലബസും കാര്യങ്ങളൊക്കെ ഇതിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കുക, വളരെ വ്യക്തമായിട്ട് തന്നെ ചെക്ക് ചെയ്ത ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇതിന്റെ സിലബസ് ഒക്കെ വളരെ വ്യക്തമായിട്ട് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പഠിച്ച ശേഷം മാത്രം ഈ ഒരു ഇതിന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഒഫീഷ്യൽ വെബ്സൈറ്റിന്റെ ലിങ്കും മറ്റുള്ള അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും അതുപോലെ ഇതിന്റെ PDF-ന്റെ ലിങ്കും ഒക്കെ താഴെ കൊടുക്കുന്നുണ്ട്. അതുവഴി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. 23/5/2021 വരെ നിങ്ങൾക്ക് ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാൻ കഴിയും എന്നും കൂടി ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയാണ് ഡീറ്റെയിൽസ്. ബാക്കി എല്ലാ കാര്യങ്ങളും ഇതിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ താഴെ കൊടുക്കുന്നുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊന്ന് മാക്സിമം ഷെയർ ചെയ്യുന്നതിൽ അവർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. നമുക്ക് ഏതായാലും അടുത്ത നോട്ടിഫിക്കേഷനുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.